ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിഫ്റ്റി BankNifty ചൂതാട്ടത്തിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ നല്ല ഒരു അപ്ഡേറ്റ് തരാനാണ് വന്നിരിക്കുന്നത്. ആദ്യമേ നമുക്ക് കഴിഞ്ഞ വീക്കിലെ പെർഫോമൻസും പിന്നെ നമ്മുടെ ഇത്ര നാളത്തുള്ള P&L ഇതാണ് ഇന്നത്തെ മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്. അപ്പോൾ നമുക്ക് ആദ്യമേ കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസും ഇനി അടുത്ത ആഴ്ച പ്രതീക്ഷിക്കുന്ന ആ ഒരു ലെവലും കൂടെ നമുക്ക് നോക്കാം. കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ ഭയങ്കര വോളറ്റിലിറ്റി ആയിരുന്നു. നിങ്ങൾ കണ്ടല്ലോ, ഇപ്പം നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കാണാവുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു ഞാൻ വരച്ചിട്ടേക്കുന്ന ആ ഒരു സോണിൽ വന്നു. കഴിഞ്ഞ ആഴ്ചത്തെ എക്സ്പയറി ആണെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പെട്ടെന്നൊരു ഫ്ലാറ്റായിട്ട് ഓപ്പൺ ചെയ്തിട്ട് പെട്ടെന്ന് ബാങ്ക് നിഫ്റ്റിയൊക്കെയാണ് നല്ലവണ്ണം അപ്പായിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഒരൊറ്റ അടിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നല്ല പാടായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസിൻ്റെയൊക്കെ ഉപയോഗം അന്നത്തെ പോലത്തെ ദിവസങ്ങളാണ് വരുന്നത്, അല്ലാത്ത ദിവസം ആവശ്യമില്ല. അപ്പോൾ ഇത് എല്ലാ എക്സ്പയറി ഇങ്ങനെ വരത്തില്ല, പക്ഷെ വല്ലപ്പോഴും വരും. അന്നേരം ബാക്കിയുള്ള എക്സ്പയറിയുടെ എല്ലാ പ്രോഫിറ്റും പോകാതെ നോക്കണം. അതൊക്കെയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഇത്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് നോക്കാം. നിഫ്റ്റിയുടെ നിങ്ങളിപ്പം ചാർട്ട് കണ്ടില്ല, നമ്മൾ ഇതേ ഒരു ലെവലിൽ പണ്ട് നിഫ്റ്റി ഒരു 5-6 ആഴ്ച നിന്നിട്ടാണ് അവിടുന്ന് കയറിപ്പോയത്. ഇപ്പം കണ്ടില്ല, ഈ ആഴ്ച വന്ന് നമ്മുടെ ആ റേഞ്ച്, അതായത് ഒരു 15,500 to 16,000 ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് പെട്ടെന്ന് പോകാനാണ് ഇപ്പോഴത്തെ ഡൗ ജോൺസും SGS നിഫ്റ്റിയും കണ്ടിട്ട് തിങ്കളാഴ്ച തന്നെ 16,000 കൊണ്ടെത്തിക്കാനാണ് നമ്മുടെ ഇവിടുത്തെ ബുൾസ് നോക്കുന്നത്, ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ. ആ ട്രെൻഡ് ലൈൻ, അതായത് ഒരു 16, 100, 200 വന്നിട്ട് പിന്നെയും പഴയ പോലെ ആ ലൈനിന് താഴോട്ട് വരികയാണെങ്കിൽ പിന്നെയും പഴയ പോലെ ഈ ലെവലിൽ വരാനാണ് സാധ്യത. വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം FIS ബൈ ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് അങ്ങനെ പെട്ടെന്ന് കയറിപ്പോകാൻ സാധ്യതയില്ല. ഇപ്പം നമുക്ക് നോക്കാം തിങ്കളാഴ്ച എങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല. ഡൗ ജോൺസ് 3% ഫ്രൈഡേ അപ്പായിരുന്നു. അപ്പോൾ അതെന്തുവാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം മൺഡേ ട്യൂസ്ഡേ ഒക്കെ നോക്കാം. എന്തായാലും ഞാൻ ഈ ഉദ്ദേശിക്കുന്ന ഒന്നെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് പോകണം, നമുക്ക് നോക്കാം. അപ്പം ഞാൻ ആദ്യം ഉദ്ദേശിച്ച ലെവൽ എന്ന് പറയുന്നത് 16,000 to 15,500 ആയിരുന്നു. കണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ തിങ്കളാഴ്ച തന്നെ ആ ലെവൽ ബ്രേക്ക് ചെയ്യാം. അപ്പം നമ്മൾ നോക്കാം. 16,200 മുകളിലോട്ട് കയറുവാണെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ റാലി നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഈ ലെവലിൽ തന്നെ നിഫ്റ്റി 16,000 അല്ലെങ്കിൽ 16,000 to 15,500 to 16,000 റേഞ്ചിൽ തന്നെ നിഫ്റ്റി നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് എൻ്റെ ഒരു അനാലിസിസ് അടുത്ത ആഴ്ചത്തേക്കുള്ളത്. ശ്രദ്ധിക്കുക, ഞാൻ വരച്ചേക്കുന്ന ട്രെൻഡ് ലൈന് മേളിലോട്ട് കയറിപ്പോവാണെങ്കിൽ 10,300, 16,500 വേണമെങ്കിലും പോകാം. തിങ്കളാഴ്ചത്തെ പ്രൈസ് ആക്ഷൻ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കൊരു ഐഡിയ ഇടും. തിങ്കൾ ചൊവ്വ നമ്മളെ കളിപ്പിക്കും എന്തായാലും. എന്നിട്ട് 16,200 ബ്രേക്ക് ചെയ്യുന്നത് കാണിച്ചിട്ട് അടുത്ത ദിവസം കൊണ്ട് ഗ്യാപ്പ് ഡൗണും തരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലെന്ന് പറഞ്ഞാൽ 15,500 to 16,000 ആണ്. ഈവൻ ദോ ഡൗ ജോൺസ് 3% അപ്പാണെങ്കിലും ഗ്യാപ്പ് അപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് വ്യാഴാഴ്ച ആകുമ്പോഴത്തേന് ഈ ഒരു റേഞ്ചിനകത്ത് വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം. ഇനി നമ്മുടെ ഈ ചൂതാട്ട എപ്പിസോഡിൻ്റെ വേറൊരു സെഗ്മെൻറ്റായ നമ്മുടെ P&L, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 1,00,000 രൂപ ക്യാപിറ്റലിട്ട് നമ്മൾ തുടങ്ങിയ ഈ ഒരു സീരീസ് ആദ്യം നമുക്ക് 5% ലോസായി. ഈ അക്കൗണ്ട്, അതായത് SAS അക്കൗണ്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 5% ലോസിലേക്കായിരുന്നു. ഇപ്പം കറൻ്റ്ലി 71% പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ 9ാമത്തെ എപ്പിസോഡ് ആകുന്ന സമയം ഏകദേശം 8 മാസത്തോളം ആയെന്ന് തോന്നുന്നു. അതായത് കഴിഞ്ഞ നവംബർ മുതലാണ് തുടങ്ങിയത്. അപ്പോൾ ഇത്രയും മാസത്തിനുള്ളിൽ 71% പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയും മുന്നോട്ടുള്ള മാസങ്ങളിൽ എത്രത്തോളം എത്താൻ പറ്റും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു 50% പ്രോഫിറ്റായിട്ട് വീഡിയോ എടുത്തുള്ളെന്ന്. അതിന് അപ്പുറം പോയി. അത് അങ്ങനെ പറ്റും. ചില സമയത്ത് ഇനി 70% ചിലപ്പോൾ 40% വരാം. അന്നേരം വീഡിയോ എടുത്തില്ല. ഇനി അടുത്ത വീഡിയോ ഇടുവാണെങ്കിൽ ഡബിൾ 100% പ്രോഫിറ്റ് ആകുമ്പോഴേ ഞാൻ വീഡിയോ എടുത്തുള്ളൂ.
നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, ബാക്ക് ഓഫീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. ഞാൻ ഈ പ്രാവശ്യം അത് നോക്കിയിട്ടുണ്ട്. ബാക്ക് ഓഫീസിൽ നോക്കിയപ്പോഴാണ് ഞാനും നിങ്ങളോട്ട് നോക്കാറില്ലായിരുന്നു. അപ്പം ബാക്ക് ഓഫീസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്നെങ്കിൽ ഈ വർഷത്തെ പ്രോഫിറ്റാണ്. അതിലൊരു 44,000 ഉണ്ട് ഇതുവരെ. അതിനകത്ത് ബ്രോക്കറേജും അതെല്ലാം കുറച്ച് പോയിട്ടുണ്ട്, 3,000. ഏകദേശം ഒരു 10% ബ്രോക്കറേജ് ഈ ഒരു വർഷത്തിൽ SAS ഓൺലൈനിൽ തന്നെ പോയിട്ടുണ്ട്. ഇതിനു മുമ്പ് 20% ബ്രോക്കറേജ് ആയിരുന്നപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, 5,000 രൂപ ലോസ് എന്ന് പറയുന്ന സമയം അത് മൊത്തം ബ്രോക്കറേജ് ആയിരുന്നു. ഏകദേശം നമുക്ക് ലോസ് ഇല്ലെങ്കിൽ പോലും ബ്രോക്കറേജിലാണ് കൂടുതലും പോയത്. 20 rupees പെർ ഓർഡർ ബ്രോക്കറേജ് ആയതുകൊണ്ടാണ്. പിന്നെ ആ ബ്രോക്കർ അത്ര പോരാ. ഈ SAS പറ്റി ഞാൻ 2-3 കാര്യം ഈ ബാക്ക് ഓഫീസ് നോക്കിയപ്പം കണ്ടത്, മാർജിൻ പെനാൽറ്റി അടിച്ചിട്ടുണ്ട് എനിക്ക് 717 രൂപ. അതായത് ഒരു 1,00,000 രൂപ ഉള്ള ഒരാടെ ഇന്ന് 717 രൂപ മാർജിൻ പെനാൽറ്റി അടിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം 0.7%. അത് ഇച്ചിരി വളരെ കൂടുതലാണ്. അത് ഈ ബാക്ക് ഓഫീസ് നോക്കാത്തതിൻ്റെ എൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ അത് അവരുമായിട്ട് ചോദിക്കാമായിരുന്നു. കാരണം ഈ പൈസ സെബിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം. മനസ്സിലായില്ലേ? അപ്പം SAS നമുക്ക് 100% സർവ്വത പോലെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് സംശയമുണ്ട്. വേറെ എങ്ങും ഈ വർഷം ഇതുവരെ മാർജിൻ പെനാൽറ്റി അടിച്ചിട്ടില്ല. അടിച്ചെങ്കിൽ ഞാനത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇവർ ഒരു 23,000 രൂപ ഇങ്ങോട്ട് പേ ഔട്ട് ചെയ്തായിരുന്നു. അതിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. ഞാനൊരു പേ ഔട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടില്ല. അതുവഴി നമുക്കൊരു 10 രൂപ ട്രാൻസാക്ഷൻ പോയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതൊക്കെ എന്തിനാണ്? അപ്പം നമ്മൾ അൺയൂസ്ഡ് എമൗണ്ട് ആണെന്നുള്ള രീതിയിലാണ് അത് വന്നത്. പക്ഷേ ഞാൻ ഇപ്പം വരുന്നില്ല, കാരണം ഞാൻ ഫുൾ എമൗണ്ടും എങ്ങനെയെങ്കിലുമൊക്കെ മാർജിൻ എടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും തമാശ ആ സമയത്താണ് മാർജിൻ ഷോർട്ട് ഫോൾ അടിച്ചത്. എനിക്കറിയത്തില്ല, മനസ്സിലായില്ലേ? മാർജിൻ ഷോർട്ട് ഫോൾ എന്ന് പറഞ്ഞാൽ അത് എൻഡ് ഓഫ് ഡേ മാർജിൻ ഷോർട്ട് ഫോൾ വന്നിട്ടില്ല. എന്തായാലും ഒരു 10-20 സെക്കൻഡ് വല്ലതും പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുന്ന സമയത്ത് വല്ലതും വന്നെങ്കിലേ ഉള്ളൂ. അത് ഇവന്മാരെങ്ങനെ പിടിച്ചെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും പോട്ടെ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ ഒരു P&L എന്ന് പറയുന്നത്. ഏകദേശം 71% ഉണ്ട്. അതിലൊരു 10%, 10 ഒരു 15%-ഓളം ബ്രോക്കറേജ് കഴിഞ്ഞിട്ട് നമുക്കൊരു 71%-ഓളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല ഒരു പ്രോഫിറ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു വിശേഷങ്ങൾ. സോ നിഫ്റ്റി ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവൽ ഇപ്പോഴും 15,500 to 16,000 ആണ്. 16,200 ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് പോയാൽ മാത്രം 16,500 പോകും. ഇല്ലെങ്കിൽ തിരിച്ച് 16,000 താഴെ വരും. അല്ലെങ്കിൽ 16,000 മേളിൽ പോകത്തില്ല. നമ്മൾ നോക്കാം. ഈ ഡൗ ജോൺസിൻ്റെ 3% മാത്രമേ എനിക്കൊരു ഡൗട്ടുള്ളൂ. അല്ലേ FIS ബൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇതൊക്കെയായിരുന്നു സുഹൃത്തുക്കളെ നമ്മുടെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ 100% പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ 2x റിട്ടേൺ ആകുമ്പോൾ മാത്രമായിരിക്കും. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു നല്ല ട്രേഡിംഗ് വീക്സ് നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.